കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വിഷ്ണുവേട്ടനാണോ അടി കിട്ടിയത്? അത് കൊള്ളാം. ഈ സുസ്മിതയെ വേണ്ടെന്ന് വെച്ചതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങി വിഷ്ണുവേട്ടാ. ഈ അടി ഒരു തുടക്കം മാത്രമാ. ശാലിനി തന്നോട് വീട്ടിൽ പോകാനല്ലേ ഈ പറഞ്ഞത്? വീട്ടിൽ പോയിട്ട് കല്യാണം കഴിഞ്ഞുടൻ അവള് ഭർത്താവിന് വാങ്ങിക്കൊടുത്ത സമ്മാനം കണ്ടോ? ചെവിക്കുറ്റിക്ക് അടി. ഞാൻ നുള്ളി നോവിക്കാതെ വളർത്തിയ കുഞ്ഞ ഇവൻ. എന്നിട്ട് ഇവളായിട്ടിപ്പോ വിഷ്ണു, നീ കുറിച്ചു വെച്ചോ. നിനക്ക് സർവനാശം വരുത്തുന്ന ഒരു അപശകനത്തിന്റെ കഴുത്തിലാ നീ താലി കെട്ടിയിരിക്കുന്നത്. ഇവളവിടെ കാലെടുത്ത് വെച്ച നിമിഷം അവിടെ പ്രീതിയുടെ കൈമുറിഞ്ഞു ചോര വീണു. ആഹാ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? ഇപ്പതാ നിനക്ക് കരണം പൊട്ടുന്ന അടിയും കിട്ടിക്കഴിഞ്ഞു. എല്ലാത്തിനും ഏക കാരണക്കാരി ഇവളാ. ഇവള് നിൽക്കുന്നിടം മുച്ചൂടും മുടിയും മുടിഞ്ഞ് കുത്തുപാള എടുക്കും. എനിക്കത് ഉറപ്പാ. ഇങ്ങനെയൊക്കെ പറയപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്നോ? നീ സ്വന്തം കാരണത്തൊന്ന് തപ്പി നോക്കിയാ മതി. അപ്പോഴറിയാൻ പറ്റും എന്താ സംഭവിച്ചെന്ന്. ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് കരുതിയല്ലമ്മ ഞാനിങ്ങോട്ട് വന്നത്. എനിക്ക് സുസ്മിതയൊന്നും മതിയാക്കടി നിന്റെ അഭിനയം. നിനക്ക് സുസ്മിതയെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ ഞാൻ? ശാലിനി, ഞാൻ വീണ്ടും പറയൂ, ഇയാൾ വീട്ടിൽ പോ. ഇറങ്ങി പോടി ഇവിടുന്ന്, പോടി ഇവിടുന്ന്. അവള് സുസ്മിതയെ കാണാൻ വന്നിരിക്കുന്നു, വൃത്തികെട്ട പിശാച്. ദൈവമേ, മരിക്കാതിരുന്നതിന് താങ്ക്സ്. ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നു. ഇതൊരു തുടക്കമല്ലേ ആയുള്ളൂ. വയറ് നിറഞ്ഞ അല്പം വെറ്റയും പാക്കും ചവയ്ക്കണം. അതൊരു പഴയ ശീലമാ. ജാപ്പാണം പുകയില പക്ഷെ കിട്ടുന്നില്ല, അതാ ഒരു പ്രശ്നം. നിനക്ക് ഭക്ഷണം ഒന്നും വേണ്ടടാ. ഡ്രസ് പോലും മാറ്റാതെ കുറെ നേരം ആയല്ലോ ഇവിടെ ഇരിപ്പ് തുടങ്ങിയിട്ട്. വാ, എനിക്ക് ചോറുണ്ണാം. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? സാധാരണ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ പൊതുവെ നിറച്ചുണ്ടിട്ട് പോരുകയാണല്ലോ പതിവ്. 3-4 പായസവും കഴിക്കും. ഇവിടെ ഇപ്പൊ എല്ലാം തക. ആ, ഇങ്ങനെ ഒരു കല്യാണം കൂടണമെന്ന് ജാതകത്തിൽ വിധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ വിജയലക്ഷ്മി? അതെ അതെ, പക്ഷെ കല്യാണത്തിന് പോയി ഊണ് കിട്ടിയില്ല എന്നും പറഞ്ഞ് വിശന്നിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതല്ലേ ഞാൻ തിരിച്ചു വന്നപ്പോഴേ അരി കഴുകി അടുപ്പത്തിട്ടത്. അതുകൊണ്ട് വയറ് ഭക്ഷണിയാകാതെ കഴിഞ്ഞു. നീയും പോയി വല്ലതും കഴിക്കാൻ നോക്കടാ. വെറുതെ വയറ് കാഞ്ഞിരിക്കണ്ട. ഗ്യാസ് കയറുമ്പോഴോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഷടാ, ഇവനിതെന്ത് പറ്റി? പറ്റിയത് ഞാൻ പറയണോ? രണ്ടുപേരും കൂടെ ഒന്നറിയാത്ത പോലെ നടിക്കല്ലേ. എന്റെ സർവ്വ അംഗം ചൊറിഞ്ഞോണ്ടിരിക്കുവാ. ഞങ്ങൾ ഇത് എന്ത് ചെയ്തു എന്നാ നീ കിടന്ന് പോകുന്നത്? ഒന്നും ചെയ്തില്ലല്ലേ, ഒന്നും അറിയത്തില്ല. ബെസ്റ്റ്. എന്നെ ഒരു പൊട്ടനാക്കി മുന്നിൽ നിർത്തിയിട്ട് ഇത്രയും വലിയ കള്ളക്കളി കളിക്കാൻ നിങ്ങൾക്കേ സാധിക്കൂ. എന്ത് കള്ളക്കളി? നീ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യം പറയടാ. ഞാനും ശാരികയായിട്ടുള്ള കല്യാണം നടക്കണമെങ്കിൽ ആദ്യം ശാലിനിയുടെ വിവാഹം നടക്കണമെന്ന് ഉപാധി വെച്ച് ആരായിരുന്നു? അതും ഞാൻ അറിയാതെ. എടാ, അത് പിന്നെ എന്താ അത് പിന്നെ?
ഇപ്പൊ ഈ സംഭവിച്ചതിനെല്ലാം കാരണക്കാര് നിങ്ങൾ രണ്ടുപേരും മാത്രമാ. നിങ്ങൾ രണ്ടുപേരും മാത്രം. അതിനെന്ത് സംഭവിച്ചു എന്നാ നീ പറയണേ? സംഭവിച്ചത് ക്രൂരമായി പോയി. ഒരു മഹത്തായ ഭാവിയുള്ള പെൺകുട്ടിയുടെ ജീവിതമാ നിങ്ങൾ കുട്ടിച്ചോറാക്കിയത്. ശാലിനി അതുപോലുള്ള ഒരു റൗഡിയെ കല്യാണം കഴിച്ചത് നിങ്ങൾ പറഞ്ഞ ഒറ്റ കണ്ടീഷന്റെ പേരിൽ മാത്രമായിരുന്നു. എനിക്ക് ആ കുട്ടിയെ നന്നായിട്ട് നേരത്തെ അറിയാം. IAS എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മനസ്സിലുണ്ടായിരുന്ന ഒരു പാവം കുട്ടിയായിരുന്നു അവള്. അവളുടെ ജീവിതവും ലക്ഷ്യങ്ങളുമാ അവളെ കൊണ്ട് തന്നെ നിങ്ങൾ തട്ടി തകർത്തത്. അതിന് വേണം നിങ്ങൾ സമാധാനം പറയാൻ. പറഞ്ഞോളാം. നീ ഇങ്ങനെ തിളച്ചുമറിയാതെ പറയുന്നത് സമാധാനമായിട്ട് കേട്ടാ മതി. നിന്റെ ശാരികയുടെയും കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ശാലിനിയുടെ കല്യാണം കഴിയണമെന്ന് ഉപാധി വെച്ചത് ഞാൻ തന്നെയാ. അതിലൊരു കുഴപ്പമുള്ളതായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. അത്ര തന്നെ. തോന്നില്ല, തോന്നത്തില്ല അമ്മേ. തോന്നണമെങ്കിൽ മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം വേണം. നിങ്ങൾക്കില്ലാത്തതോ തന്നെയാ. ഷെടാ, അവള് സുമംഗലിയായിരിക്കുന്നത് കണ്ട് മനം കുളിർക്കാനൊന്നുമല്ല ഞാൻ അവളോട് കെട്ടാൻ ആവശ്യപ്പെട്ടത്. അത് നിന്റെ അമ്മ എന്നുള്ള നിലയിൽ എനിക്കുള്ള ബാധ്യതയാണ്. അതെ, സാധാരണ ഒരു നിശ്ചയ ചടങ്ങിൽ നടക്കുന്ന കാര്യങ്ങളല്ല നിന്റെയും ശാരികയുടെയും കാര്യത്തിൽ നടന്നത്. ദേ, നിന്നെ അവൻ കയറി വന്ന് തല്ലിയതോ ശാലിനിയുമായിട്ട് അവന് പ്രേമമാണെന്ന് പറഞ്ഞതോ ഒക്കെ പോട്ടെ. ഒരാവേശം കൊണ്ട് കാണിച്ചതാണെന്ന് കരുതി വേണമെങ്കിൽ നമുക്കതങ്ങ് ക്ഷമിക്കാം. പക്ഷേ അവരൊരുമിച്ച് നാഗർകോവിലിൽ യാത്ര പോയെന്നും ഒന്നിച്ചൊരു ഹോട്ടൽ മുറിയിൽ രാത്രി തങ്ങിയെന്നും ഒക്കെ വിളിച്ചു കൂവിയത് നാട്ടുകാർ ഏത് രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏത് കണ്ണോട് കൂടിയ ആ ശാലിനിയെ നാട്ടുകാർ നോക്കുക? സിവിൽ സർവീസോ പുല്ലോ ഒക്കെ പോട്ടെ, അവൾ കെട്ടാമങ്കയായി ജീവിതകാലം മുഴുവൻ അവിടെ നിന്നാൽ അതൊരു പ്രശ്നം തന്നെയാണ്. ചേച്ചിയുടെ ഭർത്താവെന്ന നിലയിൽ അത് നിന്നെയും ബാധിക്കും. ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാ വിജയലക്ഷ്മി ഇത്തരത്തിലുള്ളൊരു ഉപാധി വച്ചത്. അതിലൊരു തെറ്റും ഒരാളും പറയില്ലെന്ന് ഉറപ്പാ. അതുകൊണ്ട് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളെന്നാ എന്റെ ഒരു അഭിപ്രായം. ഇത്രയും ചീത്തപ്പേര് കിട്ടിയ ഒരു പെൺകുട്ടിയെ ഇനി ആര് കെട്ടാനാ? അവക്ക് കല്യാണം ആലോചിച്ചപ്പോ തന്നെ അത് കണ്ടതല്ലേ. വന്നവരൊക്കെ 4 കാലും പറിച്ചോടി. ഒടുവിൽ കെട്ടാൻ വന്നത് ആ ബാലയന്ത്രനായിരുന്നു. ഭൂലോക തെമ്മാടി. കറക്റ്റ്. പക്ഷേ അവൻ ആ പെണ്ണിനെ കെട്ടാതിരുന്നത് നന്നായി. അറിഞ്ഞത് വെച്ച് അവളെ ഇപ്പൊ കെട്ടിയവനേക്കാൾ പിഴയാ ഈ ബാലചന്ദ്രൻ. ശരി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. പക്ഷെ എനിക്കതിൽ യാതൊരു പങ്കുമില്ല. ഇനിയിപ്പോ എന്താ നിങ്ങളുടെ പ്ലാൻ? അതാണ് എനിക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടിട്ട് നമ്മൾ നമ്മുടെ വഴി നോക്കണം. അത്ര തന്നെ. എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. എടാ, അവിടെ നടന്നൊക്കെ നീയും കണ്ടതല്ലേ. ഒരു ചെറുക്കനുമായി കല്യാണത്തിന് ഇറങ്ങിത്തിരിക്കുക, പിന്നെ ഊരും പേരും അറിയാത്ത മറ്റൊരുത്തനെ കെട്ടുക. ഇതൊക്കെ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യങ്ങളാ ഈ നാട്ടിൽ. അന്തസ്സുള്ള പെണ്ണുങ്ങളൊന്നും ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അമ്മയുടെ മക്കളുടെ സംസ്കാരം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി ആ വീട്ടിൽ നിന്ന് നമുക്കൊരു പെണ്ണിനെ വേണ്ട. അതാണ് തീരുമാനം. അധികം ഒച്ചയിടണ്ട. ഇത് നിനക്കിപ്പോ ദഹിക്കാൻ ഒരു ഇത്തിരി പ്രയാസം തോന്നും. പക്ഷെ ഭാവിയിൽ നിനക്ക് മനസ്സിലാകും എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന്. അന്ന് അമ്മാവനും ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ നീ മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് നന്ദി പറയും. എനിക്ക് തീർച്ചയാണ്. അതെ മോനെ, സംഭവിച്ചതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്നാ എന്റെ ഈ മനസ്സ് പറയുന്നത്. തക്കലയിലുള്ള മഹാറാണി ജുവലേഴ്സിന്റെ ഉടമ ചിദംബരം മുതലാളിയെ നിനക്കറിയാലോ. അയാളുടെ മകൾക്ക് വേണ്ടി നിനക്കൊരാലോചന വന്നിരുന്നതാ. പ്രേമം തലയ്ക്ക് പിടിച്ച് നിൽക്കുകയായതുകൊണ്ട് നിന്നോടത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇനി വേണം നമുക്കതങ്ങ് മുന്നോട്ട് നീക്കാൻ. ഓഹോ, അത് ശരി. എന്നാലേ ചിദംബരം മുതലാളിയുടെ മകളെ അമ്മാവനെയും കെട്ടിക്കോ. നല്ല ചേർച്ചയായിരിക്കും. എന്നിട്ട് സ്വർണവും പണവും എല്ലാം ആവശ്യത്തിനെടുത്ത് പെങ്ങക്ക് കൊടുത്താ മതി. അമ്മ അത് നിധികാക്കുന്ന ഭൂതത്തെ പോലെ കാത്ത് ആനന്ദ കണ്ണീരണിഞ്ഞ് നിന്നോളും. ഈ രാജീവ് ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശാരിക മാത്രമായിരിക്കും.
ശാരിക മാത്രം. അതിന് മാറ്റം ഉണ്ടാവത്തില്ല, അത്ര തന്നെ. എടാ ഞങ്ങള് പറയുന്നോന്ന്. വേണ്ട വേണ്ട, എന്നോട് ഇനി ഒന്നും പറയണ്ട. നിങ്ങള് ഇത്രയും ഉഗ്രമായ വിഷം എന്റെ അമ്മയുടെ അമ്മാവന്റെ ഉള്ളിലുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ശാലിനിയെ കല്യാണത്തിന് നിർബന്ധിക്കുമ്പോ തന്നെ സമാന്തരമായിട്ട് നിങ്ങൾ എനിക്ക് കല്യാണാലോചന നടത്തുമായിരുന്നു. എന്ന് വെച്ചാ ശാരികയും ഞാനുമായിട്ടുള്ള വിവാഹം നടത്തണ്ടെന്ന് നിങ്ങൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാമേ ആ പാവശാലിനിയുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചത്? എവിടെ കൊണ്ടുപോയി തീർക്കും നിങ്ങൾ ചെയ്തു കൂട്ടിയ പാവങ്ങളൊക്കെ? ഏതായാലും എന്നെ വെച്ചാണല്ലോ നിങ്ങളെ വിലപേശല്. ചാളയ്ക്കും അയലയ്ക്കും വിലപേശുന്ന പോലെ ഒരു ലേലം ഉറപ്പിച്ചുള്ള കല്യാണത്തിന് എനിക്ക് നിന്ന് തരാൻ ബുദ്ധിമുട്ടുണ്ട്. രാജീവിനെ ഇനി നിങ്ങൾ കാണില്ല. എന്നെ മറന്നേക്ക്, ഞാൻ പോവാ. അയ്യോ മോനെ, എടാ നിക്കടാ. എടാ മോനെ രാജീവേ, നിക്കാൻ. വിജയലക്ഷ്മി, നീ എവിടെ നിന്നേ? അയ്യോ കൃഷ്ണൻകുട്ടിയേട്ടാ, അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ? കേട്ടു. ഇപ്പൊ അവനെ തിരിച്ചു വിളിച്ചൊരു അനുരഞ്ജനത്തിന് തയ്യാറായാൽ ആ അശ്രീകരത്തിന് നിലവിളക്ക് കൊടുത്ത് വീട്ടിനകത്തോട്ട് കയറ്റേണ്ടി വരും നിനക്ക്. ആ ശാരികയെ തന്നെ. അതുകൊണ്ട് ആദ്യം നീ ആ അത്തപ്പാടി ശാരികയെ വേണോ മഹാലക്ഷ്മി ജുവലേഴ്സിലെ സ്വർണം വേണോ എന്ന് തീരുമാനിക്കും. എനിക്ക് സ്വർണം മതി. എന്ന അല്പക്ഷമ കാണിക്കേണ്ടി വരും. പോയതുപോലെ അവൻ ഇങ്ങോട്ട് തിരിച്ചു വരും. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം. അത്ര തന്നെ. നീ ഇങ്ങോട്ട് കേറി വാ. കുറച്ചുകൂടെ. മതി. എന്തുപറ്റി? പെട്ടെന്നൊരു പരവേശം. എന്തെങ്കിലും വയ്യായ്മ തോന്നുന്നുണ്ടോ അച്ഛന്? വയ്യായ്മ തോന്നുന്നുണ്ട്. അത് പക്ഷേ ശരീരത്തിനല്ല, മനസ്സിനാണെന്ന് മാത്രം. സുസ്മിതയുടെ കാര്യമായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചത്. അത് തന്നെ. നിന്നെപ്പോലൊരു പെൺകുട്ടി തന്നെയല്ലേ അവളും. അവളുടെ അച്ഛനമ്മമാരിപ്പോ എന്തുമാത്രം തീതിന്നുണ്ടാവും. എന്തിനാ അവൾ ഇങ്ങനൊക്കെ? അവളുടെ വിവരമൊന്നും അറിയില്ല ഇതുവരെ. അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അതിപ്പോ ഹോസ്പിറ്റലിലല്ലേ. ICUവിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഫോൺ സൈലന്റ് ആക്കി വെക്കും. ഏതായാലും ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ ജന്മം മനസമാധാനം ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. പക്ഷെ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ അച്ഛാ അവൾ ഈ കടുങ്കൈക്ക് മുതിർന്നത്? ഇത് സ്വയം വരുത്തിവെച്ച വിനയാ, അതല്ലാതെ. ഇവിടെ ആരും പറഞ്ഞില്ലല്ലേ. അവളുടെ ഈ അവസ്ഥയ്ക്ക് ഇവിടെ ആരും ഉത്തരവാദിയുമല്ല അല്ലേ? കഷ്ടം തന്നെ. സമ്മതിച്ചു. അഹങ്കാരി, ധിക്കാരി, നിഷേധി, ഇതിലേത് പേരിട്ട് വിളിച്ചാലും അധികമാവില്ല അവളെ. പക്ഷേ അവൾക്കൊരു മനസ്സുണ്ടെന്നുള്ള ഓർമ്മ വേണമായിരുന്നു ഇവിടെയുള്ളവർക്ക്. ശരി, വിഷ്ണുവിനുള്ള ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, അതല്ല മറ്റൊരിഷ്ടമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് തുറന്ന് പറയണമായിരുന്നു. കല്യാണത്തലേന്ന് ഈ മുറ്റത്ത് വെച്ച് ഭാമ അവനോട് ചോദിച്ചതാ അവൻ ഈ ബന്ധത്തിൽ എന്തെങ്കിലും വിസമ്മതമുണ്ടോ എന്ന്. ഇല്ലാന്നായിരുന്നു എന്റെ മറുപടി. ശരി, ഭാമയോട് പറയാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, എന്നോട് പറഞ്ഞൂടെ അവൻ ആ വിവരം? വെറുമൊരു അച്ഛനായിട്ടല്ല, ഒരു കൂട്ടുകാരനായിട്ടല്ലേ ഞാൻ നിങ്ങളോട് ഇതുവരെ ഇടപെട്ടിട്ടുള്ളത്. അല്ലാന്നുണ്ടെ പറ പ്രീതി, കേക്കട്ടെ ഞാൻ.
പക്ഷേ ആരും പറഞ്ഞില്ല. ഇനിയെങ്കിലും നീ സത്യം പറയണം. നിനക്കറിയായിരുന്നില്ലേ വിഷ്ണുവിന് ശാലിനി ഇഷ്ടമായിരുന്നെന്ന്? അവൻ പലതും പലപ്പോഴും ഷെയർ ചെയ്തതും നിന്നോട് മാത്രമായിരിക്കുമല്ലോ. അച്ഛാ, അതിപ്പോ ഞാൻ ഒളിക്കാൻ നോക്കണ്ട. നീ ശാലിനി നിന്റെ കൂട്ടുകാരിയല്ലേ? അർജുന്റെ കാര്യത്തിൽ പോലും നീ അവളെ ഇടപെടുത്തിയിരുന്നു. എന്നിട്ടും നീ ശാലിനിയും വിഷ്ണുവായുള്ള ഇഷ്ടം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് പറയേണ്ടി വരും. അച്ഛാ, അതിന് വിഷ്ണുവേട്ടനെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, ശാലിനിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഒരു ഇഷ്ടവും ഇല്ലാത്തത് കൊണ്ടാണോ വിഷ്ണുവിനോടൊപ്പം യാത്ര പോകാനും ഒന്നിച്ച് താമസിക്കാനും ഒക്കെ ശാലിനി തയ്യാറായത്? വിഷ്ണുവിന് മുന്നിൽ താലി നീട്ടിപ്പിടിച്ച് അവൾ പറഞ്ഞത് അവൻ അവളെ കെട്ടിയില്ല എങ്കിൽ അമ്പലത്തിലിരിക്കുന്ന ഏതോ ഒരു പിച്ചക്കാരനെ അവൾ കെട്ടുമെന്നാ. അങ്ങനെ ഏതെങ്കിലും ഒരു വഴിപോക്കന്റെ മുമ്പിൽ താലി കെട്ടാൻ തല കുരിച്ചു കൊടുക്കുമോ ഒരു പെണ്ണ്? നീ തന്നെ പറ, കേക്കട്ടെ ഞാൻ. പക്ഷേ ഇവിടെ പലർക്കും പലതും അറിയായിരുന്നു. എന്നിട്ടും ആരും ഒരു വാക്ക് പോലും എന്നോട് പറയാത്തതാ. കഥ മുഴുവൻ നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സുസ്മിതയോട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ് ആ മോഹം കെടുത്ത് തിരികെ പറഞ്ഞയക്കുമായിരുന്നു. വിഷ്ണുവും ശാലിനിയുമായുള്ള ബന്ധത്തിന് ഭാമയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതം മൂടിപ്പിച്ചേനെ ഞാൻ. എങ്കിലൊന്നും സംഭവിക്കില്ലായിരുന്നു. എല്ലാം കൈവിട്ടുപോയി, എല്ലാം. ഇപ്പോ എനിക്ക് ഒരേ ഒരു ആശങ്കയേ ഉള്ളൂ, സത്യഭാമ മാത്രം. സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച സുസ്മിത രക്ഷപ്പെടും. പക്ഷെ കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഭാമ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല എനിക്ക്. ചതിയൊരിക്കലും പൊറുക്കാത്ത മനസ്സാ. മകനോ മകളോ എന്ന് അവൾ നോക്കില്ല. വിഷ്ണുവിന്റെ രഹസ്യ പ്രേമവും സുസ്മിതയെ തള്ളിപ്പറഞ്ഞ് അവളുടെ ജീവൻ ആപത്ത് വരുത്തിയതും പൊറുക്കാൻ സത്യഭാമയ്ക്കാവില്ല. അവൾ തിരിച്ചു വരുമ്പോ ഇവിടെ ഈ വീട്ടില് ഒരു പൊട്ടിത്തെറി ഉറപ്പാ. അതിലാര് വീഴും ആര് വാഴുമെന്ന് മാത്രം ഓർത്താ മതി. ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഞാൻ. പിന്നെ എന്തിനാ സ്വാമി എന്നോട് മാത്രം ഈ പരീക്ഷണം? എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നെല്ലിക്കല്ലിൽ ഉടച്ചു കളഞ്ഞു ഞാൻ. എന്റെ ശാരികേച്ചിക്ക് വേണ്ടിയായിരുന്നു അത്. അതിലെനിക്ക് സങ്കടമോ പശ്ചാത്താപമോ ഒന്നുമില്ല എനിക്കിപ്പോഴും. ശാരികേച്ചിയുടെ വിവാഹം നടക്കാൻ എന്റെ വിവാഹം നടക്കണം. അതിന് ആരെങ്കിലും ഒരാൾ ബലിയാടായേ പറ്റൂ. സിവിൽ സർവീസ് എന്ന സ്വപ്നം പോലും ഉപേക്ഷിക്കുമ്പോ അതേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സത്യമായും ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല വിഷ്ണു സത്യഭാമയുടെ മകനാണെന്നും. സുസ്മിതയ്ക്ക് അയാളെ ഇഷ്ടമായിരുന്നെന്നും അവര് തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നെന്നും ഒന്നും ഞാൻ അറിഞ്ഞിരുന്നതല്ല സ്വാമി. അതേപ്പറ്റി ഒരു സൂചനയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ അവർക്കിരുവർക്കും ഇടയിൽ ഒരിക്കലും കടന്നു വരില്ലായിരുന്നു ഞാൻ. അറിയാതെ പറ്റിപ്പോയൊരബദ്ധമായിരുന്നു. ആ അബദ്ധം മറ്റൊരാൾക്ക് ആപത്താകാതിരിക്കാൻ വേണ്ടിയായി ഈ പ്രാർത്ഥന. സുസ്മിതയുടെ ജീവൻ സ്വാമി രക്ഷിക്കണം. അവൾക്ക് ഈ അവസ്ഥ വരാൻ കാരണക്കാരി ഞാൻ ഒറ്റൊരാളാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ആ പശ്ചാത്താപത്തിന്റെ തീയില് എരിഞ്ഞടങ്ങേണ്ടി വരും എനിക്ക്. അതിനിടയൊക്കെയല്ലേ സ്വാമി ഒരിക്കലും
എന്റെ ഈ പ്രാർത്ഥന കൊണ്ട് സുസ്മിതയ്ക്ക് സുഖമാകും വരെ, അതെനിക്ക് ബോധ്യപ്പെടും വരെ പച്ചവെള്ളം കൈകൊണ്ട് തൊടില്ല ഞാൻ. ഇപ്പൊ ഈ നിമിഷം മുതൽ ഉപവാസം ആരംഭിക്കുക. സ്വാമി വേണം കൂടെ നിന്ന് സഹായിക്കാൻ.